നബാർഡ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് 1982 ആരംഭിച്ച ഈ സ്ഥാപനത്തിന്റെ അന്ന് മുതൽ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആദിവാസികൾ മേഖലയിലോട്ടും ആദിവാസികളുടെ സംയോജിത സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആദിവാസി വികസന പദ്ധതി ഭാരതത്തിൽ ഏകദേശം ഒരു 3000 പദ്ധതികളോട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രകാരം ഒരു പദ്ധതിയാണ് കോടമ്പേലൂർ TDF പ്രോജക്റ്റ്. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോടമ്പേലൂർ ആദിവാസി മേഖലയിൽ ഒരു 500ഓളം കുടുംബങ്ങളെ അവരുടെ കാർഷിക വരുമാന ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. 500 കുടുംബങ്ങളിൽ സുസ്ഥിര വരുമാനം ലഭിക്കാൻ വേണ്ടി പദ്ധതി പ്ലാൻ ചെയ്ത് വിഭാവനം ചെയ്ത് അത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവരെ സഹായിച്ച പ്രോജക്ട് ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയാണ് നീലേശ്വരം ബേസ്ഡ് ആയിട്ടുള്ള CRD. ഈ CRD ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക ബാക്കിയുള്ള ഫെസിലിറ്റേഷനും നടപ്പിലാക്കി ചെയ്തിട്ടുണ്ട്. ഈ ആദിവാസി വികസന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം അത് നടപ്പിലാക്കുന്ന രീതിയാണ്. ഗുണഭോക്താക്കൾ രൂപീകരിച്ച പ്രോജക്ട് ട്രൈബൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയും വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റിയും ഉണ്ട്. ഈ 2 കമ്മിറ്റികളും ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ കൊണ്ടുപോവുകയും അവര് പ്രോജക്റ്റിനെ വിഭാവനം ചെയ്യുകയും അവര് നടപ്പിലാക്കുകയും അവര് ഇതിനെ പരിപാലിക്കുകയും കൊണ്ടുപോയി ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഭാവിയിൽ ഈ പ്രോജക്റ്റിന്റെ അടുത്തൊരു സാമ്പത്തിക മേഖലയിലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കൂട്ടം. ഈ PTDCയും BPCകളുമെല്ലാം ഈ പ്രോജക്റ്റ് വളർന്നു വലുതാകുമ്പോൾ അവരൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് തീരുകയും അതിൽ കൂടെ ഈ പ്രോജക്റ്റിന്റെയും ഈ മേഖലയിലുള്ളവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് അവര് അതിന്റെ അടുത്ത മാർഗരേഖകൾ കൊടുക്കുകയും ചെയ്തതാണ്. നബാർഡിന്റെ ഫെസിലിറ്റേഷൻ തീർന്നാലും ഈ പ്രോജക്റ്റ് പിന്നെയും നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള കാര്യങ്ങളും കൂടെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ TDF പ്രോജക്റ്റ് ആ നാടിന്റെ വികസനത്തിന്റെ ഒരു പ്രധാന ആണിക്കല്ലായി തീരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാസർഗോഡ് ജില്ലയിലെ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിൽ നബാർഡിന്റെ ആദിവാസി വികസന ഫണ്ടിൽ പെടുത്തിയുള്ള സമഗ്ര വികസന പദ്ധതിക്ക് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് CRD തുടക്കമിടുന്നത് 2023 മാർച്ച് മാസത്തിലാണ്. മാവില മലവേട്ട് വിഭാഗത്തിൽപ്പെട്ട 500 ആദിവാസി കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ കാര്യക്ഷമവും സുതാര്യവുമായ നിർവഹണത്തിനായി പദ്ധതിതല ആദിവാസി വികസന സമിതിയും 15 ഗ്രാമ ആസൂത്രണ സമിതികളും രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗോത്രബന്ധു വികസന സമിതി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 11 പദ്ധതിതല ആദിവാസി വികസന സമിതിയായ PTDCയാണ് പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നബാർഡ് പദ്ധതി തുടങ്ങിയതിനു ശേഷം 500ഓളം കുടുംബങ്ങളുടെ ഐക്യപ്പെടലാണ് ഇതിൽ ഏറ്റവും വലിയ നേട്ടം. CRD പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് PTDCയെ ഏൽപ്പിക്കുന്ന ചുമതല അത് VPCകളിലേക്ക് കൈമാറി VPC ഏറ്റവും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരിലേക്ക് പദ്ധതിയുടെ ഗുണം 500 കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് VPCയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഗ്രൂപ്പ് സംരംഭങ്ങളിലൂടെ ഈ 500 കുടുംബങ്ങളിൽ പരമാവധി ആൾക്കാരെ ഈ പദ്ധതിയുടെ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം PTDC, VPC അതുപോലെ CRD അടക്കമുള്ള ടീം ശ്രമിക്കുന്നുണ്ട്. CRDയെ പോലെ തന്നെ നബാർഡിന്റെ DDയും വിവ മാഡമാണെങ്കിലും ഷരോൺ സാറാണെങ്കിലും വളരെ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആ സപ്പോർട്ടിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ഉള്ള പ്രവർത്തനങ്ങളുടെ നേട്ടം. വിദഗ്ധരായിട്ടുള്ളവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയും ഓരോ ആദിവാസി കുടുംബത്തിനെയും ആവശ്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞും ഗ്രാമ ആസൂത്രണ സമിതികളുടെയും PTDCയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചും പങ്കാളിത്ത ഗ്രാമ വിശകലനത്തിലൂടെയുമാണ് വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയത്. കാർഷിക മേഖലയിലും അതുപോലെ സംരംഭക മേഖലയിലും വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് CRDയും PTDC സമിതിയും പ്രവർത്തിക്കുന്നത്. വളരെ പ്രത്യേകത എന്ന് തോന്നിക്കുന്നത് കാർഷിക മേഖലയിലെ ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷി രീതിയെക്കുറിച്ച് ആദിവാസി മേഖലകളിൽ പഠിപ്പിച്ച് ആ കൃഷി മേഖല നന്നായി ഉൽപാദന മേഖലയിൽ നന്നായി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. പദ്ധതി പ്രവർത്തനത്തിന്റെ ആദ്യ വർഷം കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന രീതിയിൽ തെങ്ങ്, കമുക്, കുരുമുളക്, കശുമാവ് തൈകൾ പദ്ധതിയുടെ ഭാഗമായി വെച്ചുപിടിപ്പിച്ചു. നേരത്തെ ഇതിലൊന്നും ഉണ്ടായില്ല, വെറും തുറസായ സ്ഥലമായിരുന്നു. ഇപ്പൊ നബാർഡിന്റെ ഭാഗമായിട്ട് 5 തെങ്ങും തൈയും 20 കവുങ്ങും തൈ ഞങ്ങൾക്ക് കിട്ടി. സന്തോഷമായി. കാരണം ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് നമുക്കത് വെച്ച് പിടിപ്പിക്കാനുള്ള വെള്ളത്തിന്റെ സൗകര്യങ്ങളെല്ലാം കുറവായത് കൊണ്ട് മാത്രം ഒന്നും നടാതെ ഉണ്ടായതാണ്. നബാർഡ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ
തെങ്ങും കവുങ്ങും എല്ലാം വെച്ച് പിടിപ്പിച്ച് വെള്ളമെല്ലാം ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ടായതുകൊണ്ട് ആ വെള്ളവും ഞങ്ങൾ ശേഖരിച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ 3 ദിവസം കൂടുമ്പോൾ വെള്ളം നനയ്ക്കുന്നുണ്ട്. അതിന് പുറമെ ഞങ്ങൾക്ക് നബാർഡിൻ്റെ ഭാഗമായിട്ട് മൺകുടം കിട്ടി. അതിലിപ്പോൾ ഞങ്ങൾ വെള്ളം നിറച്ചുകൊണ്ട് തൈയെല്ലാം നല്ലപോലെ പരിപാലിക്കുന്നുണ്ട്. ഫലവൃക്ഷ തൈകളായ ഒട്ടുമാവ്, പ്ലാവ്, പേര, കുടംപുളി എന്നീ ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ചു. തെങ്ങ്, കമുക്, കുരുമുളക് എന്നീ നടീൽ വസ്തുക്കൾ എണ്ണപ്പാറ VPCയിൽ രൂപീകരിച്ച തളിര് കൃഷിക്കൂട്ടം വഴി പ്രാദേശികമായി തന്നെ നഴ്സറി തയ്യാറാക്കിയാണ് കർഷകർക്ക് ലഭ്യമാക്കിയത്. പദ്ധതി കുടുംബങ്ങൾക്ക് ആദ്യ വർഷം തന്നെ വരുമാനം ലഭ്യമാകുക എന്ന ഉദ്ദേശത്തോടെ ഇടവിള കൃഷി ചെയ്യുന്നതിനായി 3000 കിലോ മഞ്ഞൾ വിത്തും 5000 കിലോ ചേന വിത്തും പദ്ധതിയുടെ ഭാഗമായി നൽകി. നബാർഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ VPCകളിൽ നമുക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചത് ചേന, ചേമ്പ്, മഞ്ഞൾ ഇതൊക്കെ നടന്ന് ആ ഒരു കൃഷി രീതിയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെല്ലാ കുടുംബങ്ങൾക്കും ചേന, മഞ്ഞൾ ഇതെല്ലാം വിതരണം ചെയ്യുകയും നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഞ്ഞൾ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് എൻ്റെ വിത്തും ശേഖരിച്ചിട്ട് ഒരു 46,500 ഞാൻ ഇവിടെ ഒരു കൂട്ടുകൃഷി എന്ന നിരക്ക് ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു 2,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇടവിള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആദ്യ വർഷങ്ങളിൽ തന്നെ കർഷകർക്ക് വരുമാനം ലഭിക്കുന്നതിനുമായി 15 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടപ്പിലാക്കിയത്. നമുക്ക് ഒരുപാട് നമ്മളൊരു കൈത്താങ്ങായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ ഞാനാക്കി മാറ്റിയ ഒരു സംരംഭം എന്ന് പറയുന്നത് ഈ നബാർഡ് വന്നതിന് ശേഷമാണ്. നബാർഡ് മൂന്നര പച്ചക്കറികളിൽ വെണ്ടക്ക, വഴുതന, തക്കാളി അങ്ങനെ പച്ചക്കറി ഇനങ്ങളിൽ അങ്ങനെ അത് ഒരു 3 മാസം എനിക്ക് കടയിൽ നിന്ന് ഈ പച്ചക്കറി വാങ്ങിക്കാതെ പിന്നെ സ്വന്തം ഒരു പര്യാപ്തതയിൽ ഞാൻ ലക്ഷ്യം നേടിയിട്ടുള്ളതിൽ ഒരു വലിയൊരു ആത്മാഭിമാനം എനിക്ക് പറയാം. കാരണം വെച്ചാൽ അത്രയും പൈസ എനിക്ക് അല്ലെങ്കിൽ കടയിൽ കൊടുക്കേണ്ടത് സ്വന്തമായിട്ട് കിട്ടുന്നുണ്ട്. നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് CRD നടപ്പിലാക്കുന്ന VPC മുഖാന്തരം നമുക്ക് കിട്ടിയ പച്ചക്കറി തൈകളാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ വളവ് എടുത്തു. കക്കരി 3-4 തവണ നമ്മൾ പറിച്ച് വിറ്റു. ഏകദേശം ഒരു പറിക്കലിന് 12-11 കിലോ വീതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 കിലോന് 40 രൂപ വെച്ച് നമുക്ക് അടുത്ത കടയിൽ തന്നെ കൊടുത്താൽ കിട്ടുന്നുണ്ട്. അതുപോലെ വഴുതിന, പയറ്, പച്ചമുളക് ഇതെല്ലാം നമ്മൾ കൊടുത്ത് പച്ചമുളകിന് നമുക്ക് 60 രൂപ 1 കിലോന് കിട്ടുന്നുണ്ട്. വഴുതിനക്ക് 40 രൂപ കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടിയ തൈ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓണ സീസൺ കണക്കാക്കി വിവിധ VPCകളിലായി 5000 നേന്ത്രവാഴയാണ് ആദ്യ വർഷം കൃഷി ചെയ്തത്. ഈ നബാർഡിന്റെ ഇത് വന്നതിന് ശേഷമാണ് ഈ കൃഷിയിലായിട്ട് ആദ്യമായിട്ട് ഞാൻ കൃഷിയിൽ ഇറങ്ങുന്നത്. വലിയൊരു വനം പോലെ ഉണ്ടായ സ്ഥലം, 3 ദിവസത്തെ പണി. അത് പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ പൊതുവെ കൂലിപ്പണിക്ക് വന്നിട്ട് ഈ പണിയെടുത്ത് ശീലമില്ലാതെ 3 ദിവസം സുഖമില്ലാതെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. 150 വാഴ കിട്ടി. അതിൽ നിന്ന് 4 വാഴ പോയി, ബാക്കിയുള്ള വാഴ എല്ലാം ഉണ്ട്. പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത് പൊതുവെ ഇതിനകത്ത് തന്നെ ഞാൻ ചെലവഴിക്കല് എല്ലാ സമയത്തും. ഒന്നും ചെയ്തിട്ടുമില്ല. നബാർഡിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഇപ്പോൾ വാഴ കൃഷി ചെയ്യാനും വാഴ കൃഷി ചെയ്യാനും എല്ലാം പഠിച്ചു. സ്വന്തമായിട്ട് പണിയെടുക്കാനും വരെ പഠിച്ചു വാഴയിൽ. വേനൽക്കാലങ്ങളിൽ വെള്ളത്തിന് ഏറെ പ്രയാസമനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ ക്രിട്ടിക്കൽ ഇറിഗേഷൻ ഡെമോൺസ്ട്രേഷൻ പദ്ധതി എന്ന നിലയിൽ 500 പിച്ചർ ഇറിഗേഷൻ മൺകുടങ്ങൾ ലഭ്യമാക്കി. മൺകുടം നല്ലതന്നെ. അതിൽ വെള്ളം ഒരു 3-4 ദിവസം കൂടുമ്പോഴെങ്കിലും അതിൽ വെള്ളം ഒഴിക്കണം. ഒരു 3/4 ഭാഗം അത് രക്ഷപ്പെട്ടിട്ട ഈ കുടം വെച്ചിട്ട് തൈകൾക്ക് നല്ല പച്ചപ്പുണ്ട്. ചെടി ഉണങ്ങുന്നില്ല. തൈക്കാലം മേടിച്ച് വെച്ചു അത് കുറുക്കം വന്ന് പന്നി വന്ന് ആ വെള്ളം കുടിക്കും. വെളിയിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അടപ്പുണ്ട്, കുടിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ഗുണമുണ്ട് എനിക്ക്. ഓരോ VPC തലങ്ങളിലും നടീൽ വസ്തു പരിപാലനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശീലനത്തിന്റെ ഭാഗമായി ബോട്ടിൽ നനയും പുതയിടലും ഷെയ്ഡും നൽകി കാർഷിക വിളകളെ സംരക്ഷിക്കാൻ കർഷകർ തയ്യാറായത് അവയുടെ അതിജീവന നിരക്ക് ഉയർത്താൻ സഹായകമായി. മണ്ണൊരുക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനുമായി മുഴുവൻ കർഷകർക്കും ഡോളോമൈറ്റും ആവശ്യമായ ജൈവവളവും പദ്ധതിയിലൂടെ ലഭ്യമാക്കി. പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ജൈവവളവും വേങ്ങച്ചേരി VPC രൂപീകരിച്ച പുലിമ കൃഷിക്കൂട്ടം വഴി തയ്യാറാക്കിയാണ് കർഷകർക്ക് ലഭ്യമാക്കിയത്. ചേർക്കുന്നത് ചകിരിച്ചോറ്, ചാണകം, കോഴിവളം, കമ്പോസ്റ്റർ, പിന്നെ രാജബോസ്. ഓരോ മാസം കഴിയുമ്പോഴും മറിച്ചിടും. ഒരു 3 മാസം അത് മറിച്ചിടും. പിന്നെ അത് നമ്മൾ എല്ലാം പാക്കിംഗ് ആക്കിയിട്ട് 3 മാസം കഴിയുമ്പോൾ റെഡിയായി. വ്യക്തിഗത ജീവനോപാധി പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യ വർഷം 2 പെണ്ണാടുകളുള്ള യൂണിറ്റ് 100 കുടുംബങ്ങൾക്ക് നൽകി.
നബാർഡ് KDF പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് 2 ആടിനെ കിട്ടി. അതിപ്പോ വർദ്ധിച്ച് 5 ആടായി. 2 തവണയായിട്ട് ആട്ടിൻ കാഷ്ടം കൊടുത്തു. 400 രൂപ റേറ്റ് വെച്ചിട്ട് 2 പ്രാവശ്യം കൊടുത്തു. ഞങ്ങൾ ആവശ്യത്തിന് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുറെ ആൾ ചോദിച്ചോളുണ്ട്. ആവശ്യക്കാർക്ക് കൊടുക്കും. സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യ വർഷത്തിൽ ഗ്രൂപ്പ് സംരംഭമായി 9 പദ്ധതികളാണ് നടപ്പിലാക്കിയത്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ കാലിച്ചാനടുക്കം ശാഖയിൽ നിന്നും 19,85,500 രൂപ വായ്പയെടുത്ത് തുടങ്ങിയ സംരംഭങ്ങൾക്ക് 13,97,350 രൂപയാണ് പദ്ധതിയിലൂടെ ഗ്രാന്റായി നൽകിയത്. ധ്വനി വനിതാ ശിങ്കാരിമേളം, ദീപം കുടനിർമ്മാണ പൂൺകൃഷി യൂണിറ്റ്, ജലമിത്ര ഫ്രണ്ട്സ് യന്ത്രവൽകൃത കിണർ നിർമ്മാണ യൂണിറ്റുകൾ, V1 ബ്രോയിലർ ഇറച്ചിക്കോഴി യൂണിറ്റ്, ഡോക്ടർ അംബേദ്കർ ഡിന്നർ സെറ്റ് യൂണിറ്റ്, ഗുരു തെയ്യം കലാ യൂണിറ്റ്, ഒരുമ ബാംബു തടുപ്പ് നിർമ്മാണ യൂണിറ്റ്, പുലരി വനിതാ തയ്യൽ യൂണിറ്റ് എന്നീ സംരംഭങ്ങളാണ് നടപ്പിലാക്കിയത്. മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജുമായും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റുമായും ചേർന്ന് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പുകൾ പദ്ധതി കുടുംബങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി. പദ്ധതി പങ്കാളികൾക്ക് അതാത് വിഷയങ്ങളിൽ പരിശീലനം നൽകിയതിനു ശേഷം മാത്രമാണ് ഓരോ പദ്ധതി പ്രവർത്തികളും ആരംഭിച്ചത്. നബാർഡിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തതിന് ഈ കൃഷിയെ പറ്റി അധികം അറിവ് കിട്ടിയത്. അതിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടേ ഇത്ര കാര്യമായിട്ട് ചെയ്തില്ല. ഈ വർഷം മുതൽ അധികം കൂടുതലും താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇനിയും ഈ നബാർഡിന്റെ പേരിൽ കൂടി തന്നെ മുമ്പോട്ട് പോകണം തന്നെ ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. കാസർഗോഡ് CPCRI കൃഷി വിജ്ഞാന കേന്ദ്രം, പടന്നക്കാട് കാർഷിക കോളേജ്, കണ്ണൂർ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളിലെയും മറ്റ് വിദഗ്ധരായിട്ടുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ പരിശീലന പരിപാടികളാണ് പദ്ധതിയുടെ ഭാഗമായി നൽകിയത്. നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി വനിതകൾക്ക് ചക്ക വിഭവം തയ്യാറാക്കൽ, ക്ലീനിങ് ലോഷൻ, പേപ്പർ ബാഗ്, ആഭരണ നിർമ്മാണം എന്നിവയിലുള്ള പരിശീലനം നൽകി. സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി നിലവിൽ നിരവധി പരിശീലന പ്രോഗ്രാമുകൾ ഇതോടൊപ്പം നടത്തി വന്നിട്ടുണ്ട്. ഏതൊരു തൊഴിൽ മേഖലയിലേക്കും സ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഓരോ ട്രെയിനിങ്ങും ഈ ഒരു നബാർഡിൻ്റെ പദ്ധതി പ്രകാരം നടത്തി വരുന്നത്. PTDC VPC മീറ്റിങ്ങുകൾ എല്ലാ മാസവും കൃത്യമായി ചേരുന്നത് കൂടാതെ 3 മാസത്തിലൊരിക്കൽ നടത്തുന്ന PTDC VPC സംയുക്ത മീറ്റിങ്ങുകൾ പദ്ധതി പ്രവർത്തനം കാര്യക്ഷമവും സുതാര്യവുമായി നടപ്പിലാക്കുന്നതിന് ഉപകരിച്ചു. നബാർഡ് പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടിനും VPC യോഗങ്ങൾ നടത്തുന്നുണ്ട്. കർഷകർക്ക് നടീൽ വസ്തുക്കളും വളങ്ങളും എല്ലാം VPC യോഗത്തിലൂടെയാണ് എല്ലാ പദ്ധതിയും നടപ്പിലാക്കുന്നത്. മാസത്തിൽ ഒരു തവണ നമ്മൾ VPC യോഗം ചേരുന്നതാണ്. അതിന്റെ ചർച്ചയിലൂടെയാണ് കർഷകർക്ക് നമ്മൾ നടീൽ വസ്തുക്കളും വളങ്ങളെല്ലാം എത്തിക്കുന്നത്. പദ്ധതി മോണിറ്ററിങ്ങിനായി വിവിധ തലങ്ങളിലുള്ള നബാർഡ് ഒഫീഷ്യൽസിന്റെ സമയബന്ധിതമായിട്ടുള്ള സന്ദർശനങ്ങളും മാർഗനിർദ്ദേശങ്ങളും പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് ഏറെ സഹായകരമായി. സർക്കാർ സംവിധാനങ്ങളായ ജില്ലാ ഭരണകൂടം, കോടമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്ത്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ്, കേരള ഗ്രാമീൺ ബാങ്ക് എന്നിവയുടെ മികച്ച പിന്തുണയും സഹായവും പദ്ധതി നിർവഹണത്തിൽ ലഭ്യമായിട്ടുണ്ട്. പദ്ധതി പ്രവർത്തനത്തിന്റെ പിന്നിട്ട നാൾവഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പങ്കാളിത്താധിഷ്ഠിതവും വികേന്ദ്രീകൃതവുമായ രീതിയിൽ ഫലാധിഷ്ഠിതമായി പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്നതിൻ്റെ മാതൃകയായി മാറുകയാണ് ഗോത്രബന്ധു വികസന സമിതിയും VPCയും കോടമ്പുള്ളൂർ TDF പദ്ധതിയും.